നമ്മുടെ കുവൈത്തിൻ്റെ ബോർസ കുവൈത്ത് എന്ന് പറയും. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് കുവൈത്തിൻ്റെ. നമ്മുടെ നാട്ടിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചില്ലേ, അതുപോലത്തെ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു ഇതാണത്, ശാഖ. ആ ബിൽഡിങ്ങിലാണ് അതിൽ നടക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് കണ്ടുകൊണ്ട് എടുത്തുന്നല്ലോ. പിന്നെ ഇത് നമ്മുടെ ഗ്രാൻഡ് മോസ്കാണ്, കുവൈത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു മോസ്ക്. പക്ഷേ അതൊരു വീഡിയോ നമുക്ക് ഇതിനുള്ളിൽ ചെയ്യാൻ, അതിപ്പോൾ ക്ലോസ് ആകും ഓൾറെഡി. അത് ടൈം ഉണ്ടോന്ന് ഞാൻ ഗൂഗിൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു, 1 മണി വരെയല്ലോ. അപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ. എൻട്രൻസ് അത് ഏറ്റവും കുവൈറ്റിലെ ഏറ്റവും എക്സ്പെൻസീവായ പള്ളിയായത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ. ഇത് കുവൈത്തിലെ ഒരു പഴയ ഒരു പാലസാണ്, സേഫ് പാലസ് പറഞ്ഞാൽ 1880 അത് ബിൽഡ് ചെയ്തത്. കാരണം പിന്നെ റിനോവേഷൻ ചെയ്തതാണ്. പക്ഷേ ഈ കാണുന്നതാണ്, ഇത് പഴയതാട്ടോ. ഈ പഴയ കൺസ്ട്രക്ഷൻസ് കാണുന്ന ഇത്ര മാത്രം, ബാക്കിയെല്ലാം പുതിയതാണ്, ബാക്കിയെല്ലാം ചെയ്തെല്ലാം പുതിയതാണ്. ഇത് മാത്രമാണ് പഴയത് തന്നെ. പിന്നെ റിനോവേഷൻ 90s അതിൻ്റെ റിനോവേഷൻ ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഇതാക്കി. പക്ഷേ ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല ഇതൊന്നും. പക്ഷേ ഇത് അങ്ങോട്ട് എൻട്രി ഇല്ല, പക്ഷെ ഇത് പുറത്തുനിന്ന് കാണാനേ പറ്റൂ. ഇതെല്ലാം ഗ്രാൻഡ് മോസ്ക് ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇത്. അപ്പോൾ കാണാനെല്ലാവർക്കും ഒരു പ്രാവശ്യം വരാം ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊന്നും എൻട്രൻസ് ഒന്നും ഇല്ല, അവിടെ ക്ലോസ് ആണ്. ഈ ബിൽഡിങ്ങില്ലേ നമുക്ക് സിറ്റിയിൽ നിന്നെല്ലാം കാണാൻ പറ്റും. ഞാൻ ഇതുവരെ ചോദിച്ചാൽ എന്ത് ബിൽഡിങ്ങാണത്. ഈ അടുത്തത് മനസ്സിലായത് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ്. അപ്പോൾ കുവൈറ്റ് സെൻട്രൽ ബാങ്കിൻ്റെ ബിൽഡിംഗ് ആയത്. പക്ഷെ നല്ല ആർക്കിടെക്റ്റ് ഇതാണ്, നല്ല ഡിസൈൻസ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇത് എൻട്രൻസ് ആയിട്ടാ ഫിഷ് മാർക്കറ്റിന്. പക്ഷേ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ അവിടെ ഫുള്ളും ഫ്രൂട്ട് മാർക്കറ്റാണ് വരുന്നത്, അപ്പർ സൈഡാണ് വരുന്നത് ഫിഷ്. ഇതിൻ്റെ സൈഡിലെല്ലാം ഫുള്ള് ഹോട്ടൽസാണ്, ഹോട്ടൽസും ചെറിയ ഷോപ്സ്, ഗ്രോസറി എല്ലാം. പിന്നെ വെജിറ്റബിൾ ഐറ്റംസ്, അങ്ങനെ ഐറ്റംസാണ് വരുന്നത്. ചെറിയ സൂപ്പർ മാർക്കറ്റെല്ലാം ഉണ്ട് ഉള്ളിൽ. ഇതാ അതാണ് മാർക്കറ്റ് ഉള്ളിലേക്ക് പോകുന്ന സ്ഥലം. ഉള്ളിലേക്ക് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് വരുന്നതിൻ്റെ ഉള്ള പച്ചക്കറിയാണ്. അതാണ് ഫിഷ് മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. ബാക്ക് സൈഡ് കാണുന്ന ഏരിയയിലെ ആ ലൊക്കേഷനിൽ കൂടുതലുള്ള മലയാളികളുണ്ട് കേട്ടോ. അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുക. ഇത് എന്നോട് എടുത്തോ എന്നാണ് പറഞ്ഞത് ഫോട്ടോ. ചില ഇപ്പുറത്തെ ഏരിയയിൽ എടുക്കാൻ പറ്റുന്നില്ല, അവർ വലിയ ഡിമാൻഡാക്കി അവർ അനുവദിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലയാളികളുണ്ടായാൽ അവരെടുത്ത് അവർ പ്രശ്നം ഉണ്ടായിട്ടാൽ അവർ സപ്പോർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ ആ കാഴ്ചകൾ അത്രയേ ഉള്ളൂ. അത് കൂടുതലായിട്ട് ഫിഷിന് പേരറിയില്ല പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, പലതരം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത്ര സീന്. അപ്പോൾ നമുക്ക് പുറത്ത് നോക്കില്ല, പുറത്ത് നമുക്ക് നേരെ പുറത്ത് കഴിയുമ്പോൾ കാണുന്ന ഹാർബറാണ്. നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരായിരുന്നു. പുറത്ത് തന്നെ ഹാർബറാണ്. ഇവിടുന്ന് ഫിഷ് ക്യാച്ച് ചെയ്ത് ഫ്രഷ് ഫിഷാണ് വേണമെങ്കിൽ കുവൈത്തിൽ കിട്ടുന്ന ഏറ്റവും ഫ്രഷ് ഫിഷ് ഇവിടുന്നാണ് കിട്ടുന്നത്. നമുക്ക് പുറത്ത് ഹാർബർ കാണിച്ചത്, പുറത്ത് ഇതിനെ കിട്ടുന്ന ഹാർബറാണ്. നേരത്തെ കാണിച്ച അതേ സെൻട്രൽ ബാങ്ക്.
നമ്മളെ നാട്ടിൽ കാണുന്ന ആ തോണിയില്ലേ, ഇതും വ്യത്യാസമുണ്ട്. കുവൈറ്റ് സ്റ്റൈൽ വേറെ തന്നെയാണ്. ഈ ഒരു ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മൾ നാട്ടിൽ കണ്ട വെച്ചിട്ടുള്ള ചെറുത്ത് ഇതാണ്. ഇതൊക്കെ എല്ലാം ഒരേ മോഡലായി, പല ഡിസൈൻസ് ഒന്നുമില്ല, എല്ലാം ഒറ്റ ഡിസൈനായി കാണുന്നത്. ഇനി പോകുന്നത് പുറത്തേക്ക്, ഞാൻ അങ്ങോട്ട് പോകുന്ന ഫിഷിങ്, അത് കാണുന്ന മിലിറ്ററി കപ്പലാണ്. അതാ നേരെ കാണുന്നത്, ചെറുങ്ങായി കാണും. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് പുറത്താണ്, എൻ്റെ ഹാർബർ വരുന്നത്. പിന്നെ ഇത് അതിൻ്റെ കുവൈറ്റിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ് വന്നത്. എൻ്റെ അടുത്തായിട്ട് ഞാൻ കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പറഞ്ഞ ബ്ലോഗ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഫിഷ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.